ഇതാണ് യെസ് നമ്മുടെ ഫൈനൽ ലുക്ക്. സീൻ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഫ്രഷായി സെറ്റായിട്ട് വരാം. കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും ഹോളിലെത്തട്ടെ ഗൈസ്. അപ്പോ നമ്മുടെ പപ്പ ഇവിടെ ഇല്ലല്ലോ, നമുക്ക് പപ്പയെ വിളിക്കല്ലോ. നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയ നമ്മുടെ പപ്പയെ വിളിച്ചാലോ? പാട്ട് പാട്ട് അപ്പൊ നമ്മുടെ പപ്പ സ്റ്റേജിലുണ്ട്. അമ്മ ചേട്ടൻ നീലു സ്റ്റേജിൽ കയറുന്നതാണ്. Day to you, happy birthday to you. എല്ലാവരും കൂടെ നോക്കൂ. ടീച്ചർ പേര് കൊച്ചി, ഞാനിവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൈ അടിച്ചോട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് എന്റെ 82ാമത്തെ ജന്മദിനം ഈ 30-ാം തീയതി വരികയാണ്. അപ്പോ റൂഷിന്
50 വർഷം പൂർത്തിയാകുകയാണ്. ഒരു 31 വർഷത്തെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. അമ്മയായിട്ട് അത്ര ഇല്ല. അതെ. അപ്പോ ഒരു 50 കൊല്ലം മുമ്പ് ദേശീയത്തിനും ശോഭചേച്ചിക്കും ഉണ്ടായ ആദ്യത്തെ കൺപണിയാണ് റോഷൻ. പല കാലഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ആ ജീവിതം കടന്നു പോയി. പ്രിയ ബന്ധുമിത്രാദികളെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ റോഷന്റെ ആന്റിനെയാണ് ക്ഷണിക്കുന്നത്. ആന്റി അവന് വേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോ പിറന്നാൾ ആശംസകൾ എന്റെ വകയും അങ്കിളുടെ വകയും പിറന്നാൾ ആശംസകൾ. പിന്നെ പറയാണെന്ന് കുറെ വർത്തമാനങ്ങളുണ്ട് പറയാനായിട്ട്. അതിപ്പോ വയസ്സായതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ മറന്നു പോവല്ല ഒരു വിഷമം. പിന്നെ പറഞ്ഞു വരുന്നത് എല്ലാവിധ സന്തോഷവും ആരോഗ്യവും റോഷനെ എല്ലാവിധ സന്തോഷവും ആരോഗ്യത്തോടും സമാധാനത്തോടും 100 വർഷം ജീവിക്കാനുള്ള ഇത് ഇങ്ങനെയൊരു എന്റെ അപ്പോയിസം കഴിയും. എനിക്ക് ഇങ്ങനെ സംഭവം ചെയ്യാൻ തോന്നിയില്ല. 50 കഴിഞ്ഞപ്പോ 55. ഇങ്ങനെ എനിക്കും ഒരു ഫംഗ്ഷൻ ചെയ്യാൻ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയത് തന്നെ ഒരു മഹാസംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പറയാനായിട്ട് നമ്മൾ പ്രവീണിനെയാണ് സ്റ്റേജിലോട്ട് വിളിക്കുന്നത്. എന്താന്നറിയില്ല, ഈ മൈക്ക് വന്ന ഒരു പേടിയ ഒരു വേറ 1000 പേര് വന്നാലും മൈക്കിൽ ഞാൻ സംസാരിക്കും. മൈക്ക് കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടൊരു എന്താന്നറിയില്ല. അപ്പോ അളിയന്റെ ബർത്ത്ഡേക്ക് മുന്നേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ അളിയനെ കല്യാണം കഴിച്ച് വന്ന അന്നോട്ട് കാണണം. റോഷന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജീവിച്ചിട്ടില്ല. അതെനിക്ക് തോന്നിയിട്ടാണ്. എന്താ വെച്ചാ ഇപ്പോഴത്തെ പിള്ളേർ കാർ എടുത്തിട്ട് പെയിന്റ് ഓർഡർ ചെയ്തിട്ട് റോഷന്റെ ഒന്നും ചെയ്തിട്ടുണ്ട്. ഒരു ട്രിപ്പിന്റെ അടുത്ത് ഇപ്പോഴാണ് മറ്റേ താലിബാൻ എന്ന് പറഞ്ഞ
ആ വലിയ അമ്മയും മോനും കൂടി പ്രൈസ് അടിച്ചു. നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ വിളിച്ചു നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നും തിരിയ സ്ഥലം ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.